അപ്പൊ നമുക്ക് കേരള നടനം പെർഫോം ചെയ്യാനായിട്ട് വരുന്ന നമ്മുടെ ഒരു ആൺകുട്ടിയാണ് കേരള നടനായിട്ട് വരുന്നത്. മോനെ എത്ര കാലമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 14 വർഷമായി ഡാൻസ് പഠിക്കുന്നത്. 14 വർഷമായല്ലേ? പേര് ചോദിച്ചില്ല. അശ്വിൻ കൃഷ്ണ. അശ്വിൻ കൃഷ്ണ. അശ്വിൻ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കലോത്സവത്തില് സംസ്ഥാന തലത്തിൽ ഇത് 2ാം തവണയാണ് വരുന്നതെന്ന് കേട്ടെ. 2ാം തവണയാണ്. അശ്വിൻ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ്. എൻ്റെ അധ്യാപകൻ ഗുരുഗോപിനാഥിൻ്റെ ശിഷ്യനാണ് അജയൻ പേയാട്. അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? മത്സരം കഴിയുമ്പോൾ എങ്ങനെയുണ്ട് കലോത്സവത്തിൽ ഇത്തവണ കേരള നടനം? എനിക്ക് കഴിഞ്ഞ വർഷം കളിച്ചപ്പോഴും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ല രസമായിരുന്നു. ഇപ്രാവശ്യവും അതിൻ്റെ ഇരട്ടി എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ വന്നത്. എനിക്ക് അതുപോലെ തന്നെ കളിക്കാനും പറ്റി. നല്ല സന്തോഷമുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലേ? റിസൾട്ട് വന്നിട്ടില്ലല്ലോ? റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. സബ് ജില്ലയിൽ എങ്ങനെയായിരുന്നു റിസൾട്ട്? സബ് ജില്ലയിൽ എനിക്ക് സെക്കൻഡായിരുന്നു. നമുക്ക് അപ്പീൽ കൊടുത്ത് പോയാണ് ജില്ലയിൽ വന്നത്. അപ്പീൽ കൊടുത്ത് പോയി എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ മാക്സിമം ഞാൻ കളിക്കാൻ പറ്റുന്ന പോലെയാണ് കളിച്ചത്. എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേറ്റ് വന്നിരിക്കുന്നത്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ അത്രയും നന്നായി പെർഫോം ചെയ്തതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഉള്ളത്. അശ്വിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ ചെറിയൊരു പോർഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? ഓഫ് കോഴ്സ് കാണാം അല്ലേ? ഓക്കെ. ബദ്ധക്രോധേന കന്നിത്തടിയനറിയ ദുഷ്ടാസുരൻ മൂകവീരൻ അത്യുച്ചം നാദമോടും വലയും അരുളി ചെയ്താശു ചാടുന്ന നേരം മൃത്യോക്ഷരം കൊണ്ടലറിയുടെ അടുത്താശുപാതന്റെ നേരെ അശ്വിൻ, ആൺകുട്ടികളുടെ ക്ലാസിക്കൽ നൃത്തം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു ഗ്രേസ് ആണല്ലേ? നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ നോക്കിയിരിക്കാനൊരു പ്രത്യേക കോൺഫിഡൻസോടെയാണ് അശ്വിന്റെ ഈ നൃത്തം നമുക്ക് ആസ്വദിക്കാൻ അതെ. പറ്റുന്നത്. അപ്പൊ എന്തായാലും അശ്വിൻ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല റിസൾട്ട് ആവട്ടെ, നല്ല വേദികളിൽ ഇനിയും പെർഫോം ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.